ഈ പുല്ലെല്ലാം പറിക്കാനുള്ളതാണ്. കുറച്ച് ദിവസം തിരക്കായതുകൊണ്ട് ഈ ചെടിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഗൈസുകളെ. ഇതുണ്ടോ, ഇതെല്ലാം പറിക്കുവാണ്. നമുക്കത് പറിച്ച് വൃത്തിയാക്കാം കേട്ടോ ഗൈസുകളെ. പുല്ല് മുറിച്ച് പറിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ കൈയെല്ലാം മുറിഞ്ഞു പോകും. എന്നാലും ഇത്രയും പുല്ലാവുന്നോടം വരെ നമ്മൾ നിന്നല്ലോ ഗൈസുകൾ. ഇത് ഭയങ്കര പാടാണ് പറിക്കാൻ. നമുക്ക് പറിച്ച് നല്ല വൃത്തിയാക്കി വരാം. ഇത്രയും പുല്ലുണ്ടാകുന്നോടം വരെ നിന്നിട്ടില്ല കേട്ടോ ഗൈസുകളെ. അപ്പം ഒത്തിരി പുല്ല ഗൈസുകളെ. കണ്ടോ, മുല്ലവള്ളിക്കുടിലിൽ പുള്ളിക്കുഴി പറഞ്ഞു. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഗൈസുകളെ. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തുന്നതായിരുന്നേ. ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഒന്നിനും കഴിഞ്ഞില്ല. എന്നാൽ പോലും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കാന്താരി ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറിച്ചു. നമുക്ക് ഇന്ന് ചെണ്ടൻകപ്പയും കാന്താരിയാണ്. ചെടികൾ എന്താ ഗൈസുകൾ എല്ലാം. അത് തന്നെ. വേണ്ട ഗൈസുകളെ, പറിച്ച സ്ഥലം വൃത്തിയായെന്ന് നോക്കിക്കേ. കൊലശേരോ? ഓക്കെ, കൊലശേരം എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് നോക്കാം ഗൈസുകളെ. കൊലശേരം കൊണ്ട് എന്താ പണിയെന്ന് അറിയത്തില്ല. കൊലശേരം കൊണ്ട് സാധാരണ മേസ്തിരിപ്പണിയാണ് നടത്തുന്നത്. ഇവിടെ കൊലശേരം കൊണ്ട് എന്ത് പണിയാണെന്ന് അറിയത്തില്ല. എവിടെയാ കൊട്ട? ഇതാ ഗൈസുകളെ കൊലശേരം കൊണ്ട് പണിയുന്നത്. അവിടെ ചെത്തി വൃത്തിയാക്കാനാണ് തോന്നുന്നത്. ഇങ്ങനെ വൃത്തിയാക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും വൃത്തിയാക്കി കൊലശേരം കൊണ്ടാണ്. നമുക്ക് നല്ല ഭംഗിയല്ലേ ഗൈസുകളെ കാണാൻ. ഉണ്ടോ, നല്ല കുഞ്ഞു മൊട്ടക്കുന്നാട്ടോ ഇത്. ഉണ്ടോ, ഒരു മൊട്ടക്കുന്ന് പോലെ നിൽക്കുന്നുണ്ടോ ഗൈസുകളെ. എന്തായാലും പണി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ പൊറോട്ട കഴിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചെണ്ടപ്പുഴുക്കും ചെണ്ടൻകപ്പയും കാന്താരി കഴിക്കാമെന്നോർത്താണ് ഇരിക്കുന്നത്. അതല്ലേ എളുപ്പം. വൈകിട്ട് ഇച്ചിരി ചോറ് വെക്കാം. ഹലോ ഗൈസ്, കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് ഓർത്ത്. കുറച്ച് നേരം ഇരിക്കാമല്ലോ, കടന്ന് മടുത്തു. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ, എന്നിട്ട് പണിയാം. ന്യൂസ് പുല്ല് പറിക്കുന്നുണ്ട്. ഞാനപ്പോൾ കുറച്ച് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുവാണ്. ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് ഇറങ്ങിപ്പോകണം താഴത്തേക്ക്. ഇത് വേറെ കുറച്ച് പണിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ പറിച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതാണ് ഇന്നത്തെ പണി കേട്ടോ. നോക്ക്, നല്ല സംഭവം നല്ല സെറ്റപ്പായിട്ടുണ്ട്. ഇനിയിപ്പം പോയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാം. അല്ല ഗൈസുകളെ, ഇതുണ്ടോ, നല്ല സൂപ്പറാക്കി പണിതിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ മൊട്ടക്കുന്നിൻ്റെ പണി കഴിഞ്ഞത്. ഇനിയിപ്പോൾ കപ്പ വേവിക്കണം. ഉച്ചക്കത്തേന് ഞങ്ങൾക്ക് ചെണ്ടക്കപ്പയും കാന്താരി. അപ്പോൾ കാന്താരി പറിച്ചുകൊണ്ട് വന്നിട്ട് താഴേക്ക് പോയി നമുക്ക് കപ്പ വേവിക്കാം. കപ്പ വേവിച്ചിട്ട് നമുക്ക് കഴിക്കാം. രാവിലെ പണി തുടങ്ങിയാലേ വെയിൽ കുറവുള്ളപ്പോൾ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ പണി തുടങ്ങിയത്. ഹയസേ അത്തിയുടെ ഇല പറിച്ചിട്ടുണ്ട്. കാന്താരി പറിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്താണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് അമ്മ സ്കൂൾ വിട്ട് വരുമ്പോൾ അന്ന് ഓലപ്പരയായിരുന്നു. അന്ന് ഇതുപോലെ ഭക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഓലപ്പര ആയിരുന്നപ്പം അമ്മ ചെണ്ടൻകപ്പ ഇതുപോലെ വേവിക്കും.
ഞങ്ങൾ വരുമ്പോഴേ പെരയിൽ പുകയുണ്ടോ എന്ന് നോക്കും. അന്ന് വിറകടുപ്പൊക്കെയാണേ. പുകയുണ്ടോ എന്ന് നോക്കും. പുക കാണുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. ചില ദിവസം ഒന്നും കാണുകയില്ല കേട്ടോ. ചില ദിവസം ചിലപ്പോൾ അമ്മ തണുത്ത വിറക് പുകയ്ക്കുന്നതായിരിക്കും. എന്നാലും ആ പുക കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർത്ത്. അന്നൊക്കെ ഒത്തിരി ദാരിദ്ര്യത്തിൻ്റെ സമയം, ഒന്നും ഭക്ഷണ സാധനങ്ങളൊന്നും അധികമൊന്നുമില്ല. ഇപ്പോഴൊക്കെയല്ലേ നമ്മളിപ്പോൾ സദ്യ, എല്ലാ വീട്ടിലും സദ്യയായി. ഇപ്പം ഒരു വീട്ടിലും 2ഉം 3ഉം കറിയില്ലാത്ത ആരും ഭക്ഷണം കഴിക്കുകയില്ല ഇപ്പോൾ ഉള്ളവർ. അന്നൊന്നും അങ്ങനെയല്ലായിരുന്നു കേട്ടോ. പിന്നെ അന്നൊക്കെ അമ്മ ഈ പണ്ടൊക്കെ വിറക് ഇങ്ങനെ ചെറിയ കെട്ടുകളാക്കി കൊടുക്കുമായിരുന്നു. വിറക് കെട്ടുകളാക്കി കൊടുത്തു. ഒരു കെട്ടിന് അന്ന് ഏതാ 15 രൂപയോ 10 രൂപയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ അന്നത്തെ വില. എന്നിട്ട് അതും കൊണ്ട് അമ്മ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരുവേ. ഭക്ഷണ സാധനങ്ങൾ, ഞങ്ങൾക്ക് കൊതിയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കഴിക്കുമായിരുന്നു. പിന്നെ അമ്മ ചക്ക സീസൺ ആയിട്ടുണ്ട്. പ്ലാവൊക്കെ ഇങ്ങനെ പാട്ടത്തിനെടുക്കും. പ്ലാവിൻ്റെ തോട്ടം പാട്ടത്തിനെടുത്തിട്ട് അന്ന് ഞങ്ങൾക്ക് ചക്കയ്ക്കോ മാങ്ങയ്ക്കോ അങ്ങനെയൊന്നും ഒരു ദാരിദ്ര്യവും ഉണ്ടായിട്ടില്ല. അമ്മ ഇങ്ങനെ ഓരോ തോട്ടങ്ങൾ എടുത്ത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളതൊക്കെ ഞങ്ങൾക്കുണ്ടാവും. അപ്പോൾ അധികം പഞ്ഞമൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ചെറുപ്പകാലത്തിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു കേട്ടോ. അന്നൊക്കെ അമ്മയും പുറത്തേക്ക് പോകുന്നില്ല. ഞങ്ങളെ വളർത്തണമല്ലോ, ഞങ്ങൾ ചെറുപ്പമല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അമ്മയ്ക്ക് പുറത്തേക്ക് പോകാനോ പണിക്ക് പോകാനോ ഒന്നും പറ്റിയില്ല. അച്ഛൻ കൊണ്ടിരുന്ന് അങ്ങോട്ട്. പിന്നെ അച്ഛൻ ഈ കയ്യാലൊക്കെ കെട്ടാനായിട്ട് അന്നൊക്കെ ടെൻഡർ എടുത്ത് കെട്ടുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ കുറേ പണിക്കാരും ഉണ്ട് കേട്ടോ. 5-8 പണിക്കാരെന്നും കാണും. അച്ഛൻ ഇച്ചിരി വെള്ളം അടിക്കുന്നതാണ് കേട്ടോ. അച്ഛൻ വെള്ളം അടിച്ചിട്ടൊക്കെ വന്നിട്ട് ചിലപ്പോൾ വൈകിട്ടൊക്കെ വഴക്കുണ്ടാക്കും. എന്നെങ്കിൽ പോലും അമ്മ 4 മണിക്കേറ്റ് അച്ഛനുള്ള ചോറും കറിയും കൂടെ ഉള്ളവർക്കും കൂടി വെച്ച് കാര്യമാക്കി കൊടുത്തു വിടും അമ്മ. അച്ഛൻ എന്നായാലും പഞ്ഞ പിടിയലായിരുന്നു. എന്നെല്ലാം ചെയ്തു. അച്ഛൻ അടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്കിട്ട് അടിയൊക്കെ വെച്ച് കൊടുത്താലും അമ്മച്ചി രാവിലെ തന്നെ 4 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അച്ഛനെ പണിക്ക് വിടും കേട്ടോ. അപ്പോൾ അത് കണ്ടാണ് ഞാനും അനിയത്തിയൊക്കെ വളർന്നത്. അപ്പോൾ എന്നെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഭർത്താക്കന്മാരുടെ പഞ്ഞ പിടിയാലെന്ന് ഇടാൻ ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ച പാഠമായിരിക്കും കേട്ടോ അത്. എന്നായാലും നല്ല സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു അമ്മ. അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് അങ്ങനെ പണിയൊന്നും ചെയ്യിക്കില്ലായിരുന്നു. വീട്ടുപണിയൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയില്ല. അമ്മ തന്നെ ചോറും കറിയൊക്കെ വെച്ച് കാലമാക്കി ഞങ്ങളുടെ മുന്നിൽ തരും. അന്നൊക്കെ നമുക്ക് ചെറുപ്പമല്ലേ, അപ്പോൾ അമ്മയൊക്കെ ചെയ്തു തരുന്നത് നമുക്ക് അതിനെപ്പറ്റി ഒരു പണിയുടെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ ഭാരങ്ങൾ ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഓർത്ത് അമ്മ എന്തോരം കഷ്ടപ്പെട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നേന്ന്. ആ ഒരു ഓർമ്മ വരുമ്പോൾ ഉണ്ടല്ലോ വിഷമം തോന്നാറുണ്ട്. പിന്നെ കാന്താരി പറിച്ചു കേട്ടോ. കാന്താരി പറിച്ചു. ഇനി കപ്പ ഉണ്ടാക്കണം. ഇന്ന് കുറച്ച് പണിയും ചെയ്തു. അപ്പോൾ ചെണ്ടൻ കപ്പയും വേവിച്ച് ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ അമ്മയുടെ കുറച്ച് ഓർമ്മകളൊക്കെ കപ്പയും കാന്താരിയൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. അമ്മയുടെ ഓർമ്മയാണ് അതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ പുഴുക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് കപ്പ പൊളിക്കാം. ചെണ്ടൻ കപ്പയാണ് വേവിക്കുന്നത്. ചെണ്ടൻ കപ്പയും കാന്താരിയല്ലേ, നല്ല കപ്പയും തോന്നുന്നു. ചില സമയത്ത് കിട്ടുന്ന കപ്പയൊന്നും കൊള്ളുകയല്ല ടേസ്റ്റുകൾ. നല്ല കപ്പയാന്ന് തോന്നുന്നു. അപ്പോൾ വേവിച്ച് നമുക്ക് കഴിക്കാമല്ലോ. എന്തായാലും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കണമെന്നാണ് ഇന്ന് അങ്ങനെ ഇന്നപ്പോൾ തോന്നിയത്. വന്ന കടയിൽ ഞങ്ങൾ വീട്ടിൽ പോയതായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരുവാണ്. വീട്ടിൽ പോയിട്ട് വന്നിട്ട് എന്നാൽ കപ്പ മേടിക്കാമെന്ന് വെച്ചു. കപ്പ മേടിച്ച് മീൻ മേടിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു സജഷൻ വെച്ചാൽ എന്നാൽ കാന്താരി അരച്ച് നമുക്ക് ചോറുണ്ടാടി എല്ലാം കപ്പ കഴിക്കാമെന്ന് പറഞ്ഞു. ഒന്നും ഇഷ്ടം ഒന്നും എൻ്റെ കൂടെ വന്നേ പിന്നെ ഈ കപ്പ തീറ്റ പരിപാടിയൊക്കെ തുടങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നിന് പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു ഇച്ചിരി ഇറച്ചിയോ എന്തെങ്കിലും ഇച്ചിരി വേണം. കപ്പ കഴുകി എടുത്തു ഗേസുകൾ. കപ്പ കഴുകി എടുത്ത് അടുപ്പിൽ കൊണ്ട് അപ്പം ചോറും കൂടി വെച്ചേക്കാം. പൊന്നേരിയ ഗേസുകൾ. അപ്പോൾ വേഗം വേഗമല്ലോ. ഇതുണ്ടോ പൊന്നേരിയാണേ. പൊന്നേരിയും വെച്ച് ഒന്ന്
ഇല്ല, മോര് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. മോര് കറിയും പപ്പായ തോരൻ വെക്കാം. പപ്പായ തോരനും കൂടി വെച്ചിട്ടുണ്ട്. പപ്പായ ഇട്ട് തന്നെയായിട്ടോ മോര് കറി വെക്കുന്നത്. അതുകൊണ്ട് പപ്പായ തോരനും മോര് കറിയും ചോറിന്. പിന്നെ പട്ടി ഉണ്ടല്ലോ, പട്ടിക്ക് എല്ലാം മുട്ടയും പൊരിച്ച് ചോറ് കൊടുക്കാമെന്ന് ഓർത്തായിരിക്കുന്നത്. പിന്നെ മീൻ മേടിച്ചില്ല. മീൻ മേടിക്കണമെന്ന് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉണക്കമീൻ തപ്പിയിട്ടാൽ ഉണക്കമീനും കിട്ടിയില്ല. അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്താൽ മതിയായിരുന്നല്ലോ. ഉണക്കമീനും വറുത്ത് ചോറിന് നല്ലതല്ലേ. ഉണക്കമീൻ കിട്ടിയില്ല. അണ്ണൻ്റെ കടയിൽ ചെന്നപ്പോൾ മീൻ തീർന്നു പോയി. അതുകൊണ്ട് ഇനി മീനും കറി മോര് കറിയൊക്കെ വെക്കട്ടെ കേട്ടോ. തിരക്കാൻ സമയമില്ല. വിശക്കും തുടങ്ങി. നല്ല കപ്പയാണ് ഉദ്ദേശിച്ച്. നല്ല കപ്പയാന്ന് തോന്നുന്നു. ഇപ്പം തന്നെ വേകും. ചില കപ്പയൊന്നും വേകാത്ത കപ്പ കിട്ടും ചിലപ്പം. ചില സമയത്ത് വേകാത്ത കപ്പ കിട്ടും. അന്നേരം പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. ഇത് നല്ല കപ്പയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കപ്പ കഴിക്കാം. പൊന്നൂന് വിശക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഓരോ പണിയും ചെയ്തുകൊണ്ട് നടന്നു. അപ്പം വിശക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ഗൈസിടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കാണിക്കാൻ പറ്റില്ല കേട്ടോ. പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം. ഓ എന്തായാലും ഇത് കപ്പ. ഇവിടെ ഭയങ്കര ഇരപ്പാണ് എൻ്റെ ഗൈസുകളെ. കപ്പയൊക്കെ എടുത്താണ്. അപ്പോൾ നമുക്കത് കഴിക്കാം. നല്ല കാന്താരി മുക്കി നമുക്ക് കഴിക്കാം കേട്ടോ. കഴിക്കുന്നത് എടുക്കാവേ. ഭയങ്കര എരിവാന്ന് തോന്നുന്നു. ഓ രണ്ട് ഗൈസുകളെ കാന്താരി കപ്പയും രണ്ട് ഗൈസുകളെ. സൂപ്പർ കപ്പയാണ് ചോദിച്ചോടെ. നല്ലപോലെ വേഗവും ചെയ്തു. എന്നാലും ഞാൻ ചോറും കറിയും വെക്കണം. ഇന്ന് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോകണ്ടേ. അപ്പോൾ ചോറ് ഒരു കപ്പക്കോട്ട് ചെണ്ടകപ്പ നല്ലായിരുന്നു. ചൂടൻ ചായയും കൂടി വേണം. ഇപ്പം ഭയങ്കര വെയിലാണ്. അപ്പം ചൂടായി ഇവിടെ. അപ്പം ഇനി ചൂടൻ ചായയും കൂടി കുടിച്ചാൽ നമ്മൾ ഇരിക്കുകയല്ല. ഭയങ്കര ചൂടായതുകൊണ്ട് അപ്പം തണുത്ത വെള്ളം ഇട്ടേ. അപ്പം ഓക്കെ.